ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അത് ഞാൻ കുറച്ച് പേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ആർക്കാണ് ഡെഡിക്കേഷനൊന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മളെല്ലാവരും നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും പഠിച്ചു തുടങ്ങിക്കാണും. കുറേ പേരൊക്കെ പഠിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനത്തിലാണ്. 2 വേക്കൻസിയിലേ ഉള്ളൂ. അപ്പോൾ വേണോ അപ്ലൈ ചെയ്യണോ എന്ന് വരെ തീരുമാനിക്കാത്തവർ പലരും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. ഏത് വീഡിയോ എന്ന് വെച്ചാൽ നഴ്സിംഗ് ട്യൂട്ടറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ അപ്ലൈ ചെയ്യണം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു പഠിക്കാനൊരു തോന്നില്ല, പഠിക്കാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ പഠിക്കാനുള്ള സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റാനും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എഫക്റ്റീവായിട്ട് എങ്ങനെ പഠിച്ചാൽ നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാം, അതിനെ പറ്റിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട്, മോട്ടിവേഷൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, പഠിക്കാൻ മടി പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ. എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച് തുടങ്ങും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പലർക്കുമുള്ള ഒരു പ്രശ്നമാണ്, എക്സാമിൻ്റെ തലേദിവസം വന്നാൽ പഠിക്കാനൊരു ത്വരയുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറ്റി വയ്ക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ കണ്ടിട്ടുള്ളത്, അതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് കാര്യം പ്ലാനിങ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വീട് വെച്ച് തുടങ്ങിയാൽ തന്നെ നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ വീട് കംപ്ലീറ്റ് ആക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് എക്സാം ആയാലും, PSC എക്സാം ആയാലും, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ആയാലും, നമുക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് ട്യൂട്ടർ എക്സാമാണ് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുന്നതെങ്കിൽ, നമ്മുടെ ട്യൂട്ടർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ അന്ന് തൊട്ട് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പഠിച്ചു തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. എന്നാൽ അന്ന് പഠിക്കണമെന്ന് കരുതിയിട്ട് പിറ്റേ ദിവസം അതെല്ലാം മാറ്റി വെച്ചത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എവിടെ നിന്ന് പഠിച്ച് തുടങ്ങണം, ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യേണ്ടത്, അതായത് സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നഴ്സിംഗ് ട്യൂട്ടറിൻ്റെ സിലബസിനെ പറ്റി പറയേണ്ട കാര്യമില്ല. നമ്മുടെ 4 വർഷം പഠിക്കുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് PSC GNM, അങ്ങനെ പഠിക്കുന്ന എല്ലാ പോർഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. സിലബസ് നമുക്ക് നമ്മുടെ PSC സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. എല്ലാവരും സിലബസ് എടുത്ത് ഒന്ന് ജസ്റ്റ് എങ്കിലും ഒരിക്കൽ വായിച്ചു നോക്കാം. കാരണം ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന് തറവായിരിക്കണം, അല്ലേ? അതിൻ്റെ പ്ലാനിങ്ങിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിച്ചു തുടങ്ങണം, അതുപോലെ തന്നെ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ ചേരണോ, ടെക്സ്റ്റ് ബുക്ക് വാങ്ങണോ, അതിനെ പറ്റിയുള്ള നമ്മൾ പ്ലാൻ ഫേസിൽ തന്നെ ആലോചിച്ച് എല്ലാം ഉറപ്പുവരുത്തുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ ഉള്ള ടെക്സ്റ്റ് ബുക്ക് എല്ലാം വാരി കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് വെച്ച് നമ്മൾ ഒരു എക്സാമിന് പഠിച്ചെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കുക. കാരണം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരു കാര്യം പഠിക്കുന്നത് ഒരു ബുക്കിൽ നിന്നാണെങ്കിൽ അത് നമ്മൾ കുറച്ചുകൂടെ മെമ്മറിയിൽ നിൽക്കും. അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾക്കനുസരിച്ച് നമ്മൾ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കണം. അല്ല വല്ലവരും ഉണ്ടാക്കുന്ന ടൈം ടേബിൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫിലൊരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ഫസ്റ്റ് ഇയർ MSc എക്സാമിൻ്റെ ടൈമിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ 2 months മുമ്പേ വന്നു. ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ സബ്ജക്റ്റ് എനിക്ക് ഏതൊക്കെയാണ് ഈസി, ഏതൊക്കെയാണ് എനിക്ക് ഒരുപാട് പഠിക്കാനുള്ളത്, അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ എനിക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റിന് കുറച്ച് ടൈമും ഏറ്റവും പാടുള്ള സബ്ജക്റ്റിന് കുറച്ച് കൂടുതൽ ടൈം കൊടുക്കണം. അങ്ങനെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഒരു 2-3 റിവിഷനെങ്കിലും ചെയ്യുന്ന കണക്കിന് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഇപ്പോഴേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലാസ്റ്റ് ഒരു 3-4 റിവിഷനെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരിക്കൽ പഠിച്ച് ഒരിക്കൽ റിവിഷൻ ചെയ്ത് ഒരിക്കൽ വായിച്ചെന്ന് പറഞ്ഞ ഒരു എക്സാം എഴുതാൻ പോയി നമുക്കത് നല്ലൊരു റാങ്ക് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ചിലർക്ക് കരുതും ഏതെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, ഇന്ന് ജോയിൻ ചെയ്യാം, നാളെ ജോയിൻ ചെയ്യാം, മറ്റന്നാൾ ജോയിൻ ചെയ്യാം. ഇനി എക്സാമിൻ്റെ തലേദിവസം ആകുമ്പോൾ വിചാരിക്കും, ഒരാഴ്ച ആകുമ്പോൾ വിചാരിക്കും ഇനി ഒരാഴ്ചയിലും ഇനി ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് പൈസ വെറുതെ പോകും. മുമ്പൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ് അല്ല, ഡയറക്റ്റ് പോയിട്ടുള്ള ക്ലാസ്സായിരുന്നു. അതായത് ലൈവ് ക്ലാസ്സസ് നമുക്ക് നേരെ കണ്ട് സാറിനെ കണ്ട് നോട്ടൊക്കെ എഴുതിയെടുക്കാം. അപ്പോൾ അതൊരു കുറച്ചുകൂടെ ഒരു റിയാലിറ്റി ക്ലാസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും കുറേ ബെനിഫിറ്റ് ഉള്ളതാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സസ്. ഒരു ക്ലാസ് കഴിഞ്ഞ് നമുക്കത് റെക്കോർഡഡ് ക്ലാസ് കിട്ടി നമുക്ക് പിന്നെ വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാം, അല്ലേ? അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് നമുക്ക് വേണമെന്ന് വെച്ചാൽ ലൈവ് എക്സ്പീരിയൻസ് ആക്കിയെടുക്കാം. അപ്പോൾ ഏത് കോച്ചിങ് സെൻ്ററാണ്, ഇപ്പോൾ നമ്മൾ കോച്ചിങ് സെൻ്ററിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏതാണെന്ന് ബെസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് ജോയിൻ ചെയ്യുക. അല്ലാതെ വെറുതെ എല്ലാവരും ജോയിൻ ചെയ്യുന്നത്
പറഞ്ഞിട്ട് പോയി ജോയിൻ ചെയ്യാതെ നല്ലൊരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. അതായത് നമ്മുടെ ഫ്രണ്ട്സിനോട് റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് നഴ്സിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ അവൈലബിൾ ആണല്ലേ, നമുക്ക് എവിടെ വേണോ തിരക്കിയാൽ നല്ലൊരു കോച്ചിങ് സെൻറ്റർ കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് വേണം. ആ ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നല്ല ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത് അതിന് മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, ടൈം ടേബിൾ നേരത്തെ ഉണ്ടാക്കുക, ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ അത് ഏതാണ് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ കോച്ചിങ് സെൻറ്ററിൽ ചേരണമെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് റിവ്യൂ ചെയ്ത് ബെസ്റ്റ് ഒരെണ്ണം തയ്യാറാക്കുക. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നൊന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നതിന് മുമ്പ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയുന്ന സമയത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണ് നമ്മൾ ആത്മാർത്ഥതയോടെയാണ്, നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു വിജയം ഉറപ്പാക്കാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് മാക്സിമം എഫേർട്ട്. വെറുതെ നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അവരൊക്കെ പഠിക്കുന്നു അപ്പോൾ കൂടെ ഇരുന്ന് പഠിക്കാം, അങ്ങനെയല്ല. നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മളതിൽ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമിന് പഠിക്കുകയാണെങ്കിൽ, ഞാൻ ആത്മാർത്ഥതയോടെ എനിക്കത് വേണം എന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് അതിൽ ഇട്ടാണ് പഠിക്കുന്നത്. വെറുതെ ഒരു സമയം ഞാൻ കളയത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തായാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴും പഠിച്ചു നോക്കുക. ഇപ്പോൾ നമ്മൾ PSC എക്സാമിനായതുകൊണ്ട് തിയറി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് മോഡൽ എക്സാംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥതയോടെ ആ മാക്സിമം എഫേർട്ട് ആ ഒരു ടൈമിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കണം. നമ്മളിപ്പോൾ 2 വേക്കൻസിയിലേ ഉള്ളൂ, അപ്പോൾ എന്തായാലും ഒരു 100-നകത്തൊക്കെ എനിക്ക് നമ്മൾ വരാം അങ്ങനെ വിചാരിക്കരുത്. അതിൽ 2 വേക്കൻസി ഉണ്ട്, അതിൽ ഒരെണ്ണം എനിക്ക് വേണം. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ വിചാരിച്ച് പഠിക്കുകയാണെങ്കിൽ അതിലൊരു വേക്കൻസി നമുക്ക് തന്നെ കിട്ടും, അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ എനിക്കത് വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഇന്ന് വരെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വെറുതെ എല്ലാവരും പോയി കാര്യങ്ങളല്ല. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് റാങ്കിലൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മാക്സിമം എഫേർട്ട് നമ്മൾ ഇടുക. കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടും, അല്ലേ? ഒരു ഫസ്റ്റ് റാങ്ക് ആഗ്രഹിച്ചാൽ ഒരു 10-നകത്തൊരു റാങ്കിൽ നമുക്ക് കിട്ടും. നമുക്ക് 10-നകത്ത് റാങ്ക് മതി. എന്തായാലും ഒരു 15 വേക്കൻസി നഴ്സിംഗ് തൊട്ട് തന്നെ കാണും. DME എക്സാമിനായാലും ഒരു 1000 വേക്കൻസിയിൽ കൂടുതൽ എന്തായാലും കാണും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒക്കെയുള്ളതൊക്കെ ചിന്തിച്ച് ബാക്കിയുള്ളവർ പഠിക്കുകയാണോ അതോ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കാതെ നമ്മുടെ ടൈമിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ച് നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഒരു ഔട്ട്പുട്ട് ആ എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കണം. മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ MSc സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. എനിക്ക് രാവിലെ ഒരു ഡ്യൂട്ടി ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസങ്ങളിലും മിക്കവാറും 2 മണിക്കൂർ 1 മണിക്കൂർ കുറയാതെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വേണം ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ കാര്യം എടുത്താൽ എന്തായാലും മോർണിംഗ് ഷിഫ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റ്. അപ്പോൾ ഈ സമയം ബാക്കി വീട്ടിൽ വന്ന് മാരീഡ് ആണെങ്കിൽ പറയണ്ട, വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, ഫാമിലി എല്ലാം നോക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കണം നമ്മൾ പഠിത്തത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. ആ മാറ്റി വയ്ക്കുന്ന ഒരു 1 hour ആണെങ്കിൽ ആ 1 hour നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ മാക്സിമം എഫേർട്ട് നമ്മൾ ആ ടൈമിൽ അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഉറക്കം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ബുക്ക് എടുക്കുമ്പോൾ ഉറങ്ങി വീഴും. ഞാനും അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കും. ബുക്ക് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നത്. എസ്പെഷ്യലി ഏറ്റവും ഏർലി മോർണിംഗ് ആണെങ്കിലും ലേറ്റ് മിഡ് നൈറ്റ് ആണെങ്കിലും നന്നായിട്ട് നമുക്ക് ഉറക്കാൻ വരും. അപ്പോൾ നല്ല ഉറക്കം കൊടുത്തതിന് ശേഷം മാത്രം, അല്ല നമുക്കിപ്പോൾ ചിലപ്പോൾ രാവിലെ എല്ലാവർക്കും എഴുന്നേറ്റ് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലേ? ചിലർക്ക് രാത്രി ഒത്തിരി ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ നിങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് ഏത് സമയമാണ് നന്നായിട്ട് ഇവിടെ പഠിക്കാൻ പറ്റിയ ടൈം അത് നമ്മൾ തന്നെ കണ്ടെത്തണം. എന്തായാലും ഇത്രയും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായാലും BSc പോസ്റ്റ് BSc കഴിഞ്ഞവരേക്ക് ഇതിനിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏത് സമയമാണ് എനിക്ക് ബെസ്റ്റ്. ആ സമയം കണ്ടുപിടിച്ച് ആ സമയം പഠിക്കാം. അതുപോലെ തന്നെ ഇപ്പം ചിലർ പറഞ്ഞിട്ടില്ലേ രാവിലെ എഴുന്നേറ്റാലേ പഠിക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് രാവിലെ എഴുന്നേറ്റാൽ പഠിക്കാൻ പറ്റും, ചിലർക്ക് രാത്രി ഇരുന്നാലും പഠിക്കാൻ പറ്റും. പക്ഷേ രാവിലെ പഠിക്കാൻ പറ്റുന്നത് പറയുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്കിപ്പോൾ രാവിലെ എഴുന്നേക്കാൻ പറ്റാത്ത എന്തെങ്കിലും അതിന് വിഷമമൊന്നും വിചാരിക്കേണ്ട. കിട്ടുന്ന സമയം മാക്സിമമായിട്ട് പഠിക്കുക. 1 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ ആ 1 മണിക്കൂർ നന്നായിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ച ഒരു 90% അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 95% അത് സക്സസ് ആകും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ഞാൻ BSc പഠിക്കുന്ന സമയത്തായാലും MSc എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും ഫസ്റ്റ് ഇയർ MSc എക്സാം കഴിഞ്ഞു ആ സമയത്തായാലും ഞാൻ ടൈം ടേബിൾ അനുസരിച്ചാണ് പഠിക്കുന്നത്. ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ
നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് അത് ഫോളോ ചെയ്യുന്നത്. വെറുതെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ബാക്കി വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ആ ടൈമിനുള്ളിൽ ഓരോ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടഫായിട്ടുള്ള പോർഷൻസിന് ഒരുപാട് ടൈം കൊടുത്ത് ഈസി ആയിട്ടുള്ള പോർഷൻസിന് ടൈം കുറച്ച് കൊടുത്തും പഠിക്കാൻ പറ്റും. അതുപോലെ ടൈമിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിനനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ 1, 2, 3 റിവിഷൻ വരെ നമുക്ക് നടത്താൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് 1 വീക്ക് നമ്മൾ കൊടുക്കുകയാണ് ഫസ്റ്റ് റിവിഷനിൽ, സെക്കൻഡ് റിവിഷൻ വരുമ്പോൾ അതിന് 3-4 ദിവസം മതി, തേർഡ് റിവിഷൻ വരുമ്പോൾ അതിന് 3 ദിവസം മതി. കാരണം നമ്മളത് പഠിച്ച് വരുവാണ് അല്ലേ, ആ സബ്ജക്റ്റായിട്ട് നമ്മളപ്പോൾ തറവാകും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സമയം അനുസരിച്ച് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. മറ്റുള്ളവർക്കല്ല നമ്മുടെ ടൈം മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എത്ര തവണ പഠിക്കണം, എത്ര തവണ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും, അതൊക്കെ നമുക്കേ അറിയാം. നമ്മുടെ കാപ്പബിലിറ്റീസ്, നമ്മുടെ നെഗറ്റീവ് പോസിറ്റീവ് നമുക്കേ അറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ നെഗറ്റീവ് പോസിറ്റീവ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നത്. നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. ഞാനിത് PSC എക്സാമിന് ഓറിയൻറ്റഡ് പറയുകയാണ്. നമ്മളിപ്പോൾ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം. അതുപോലെ തന്നെ സിലബസ് മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് റെഫർ ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പോർഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തും പഠിക്കാം. അതുപോലെ ചില സബ്ജക്റ്റിൽ ആവശ്യമില്ലാത്ത കുറേ പോർഷൻസ് ആണ് നമ്മുടെ എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെയുള്ള പോർഷൻസ് അവോയ്ഡ് ചെയ്യുക. ആവശ്യമുള്ളതും ഇമ്പോർട്ടൻ്റ് ആയതും പ്രീവിയസ്ലി കൂടുതൽ ചോദിച്ചിട്ടുള്ളതായ പോർഷൻസ് കൂടുതൽ പഠിക്കുക, അത് തറവാക്കുക. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ എല്ലാവരും വിട്ടുപോകുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സബ്ജക്റ്റിൽ നിന്ന് വരിക. കാരണം ഇച്ചിരി ടഫുള്ള സബ്ജക്റ്റ് ആണല്ലോ അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച് ഒക്കെ. അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം. കൂടുതലെന്നല്ല ഞാൻ പറയുന്നത്, അതിൽ കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കണം. അതിനുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ആ ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് പൊടിയൊക്കെ തട്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് പഠിച്ച ടെസ്റ്റ് ഒന്നുകൂടെയൊക്കെ നോക്കുമ്പോൾ എല്ലാ പോർഷൻസും ആദ്യം തൊട്ട് റിസർച്ചിൻ്റെ ടെസ്റ്റ് എടുത്ത് ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കാനല്ല ഞാൻ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കറിയാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യുവാണ്. നമ്മൾ റെഫർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടൈം ടേബിൾ ചെയ്യണമെന്ന്. അപ്പോൾ ആവശ്യമുള്ളത് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലുള്ള ഉപയോഗം എന്താ, നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളൊരു കാര്യം റിപ്പീറ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യം, നഴ്സിംഗിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എന്നെ കൊണ്ടാണെങ്കിൽ ഞാൻ ഒരുപാട് ഇമ്പോസിഷൻ എഴുതി പഠിച്ചൊരു കാര്യമാണ് നഴ്സിംഗിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അത് പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ MSc വന്നാലും പഠിക്കണം, പോസ്റ്റ് BSc പോയാലും പഠിക്കണം, GNM ആയിരുന്നാലും പഠിക്കണം, BSc ആയാലും പഠിക്കണം. എവിടെ പോയാലും പഠിക്കേണ്ട ഒരു ഡെഫിനിഷനാണ് നഴ്സിംഗ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും നമ്മളത് തറവാകും, ആ ഡെഫിനിഷനായിട്ട് തറവാകും. അതുപോലെ നമ്മൾ സെയിം പഠിക്കുന്ന ബുക്കുകൾ, അതായത് ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു നോട്ട്, അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ പോയി എഴുതിയൊരു നോട്ട്, ആ നോട്ടിൻ്റെ കൂടെ അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഇന്നൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി കുറേ കാര്യങ്ങൾ പഠിച്ചു, നാളെ വേറൊരിടത്തേക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചു, അതിൽ അവിടെ ചിന്തിച്ചിടാതെ ഓരോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് എല്ലാം സെയിം ഒരു ബുക്കിൽ തന്നെ ഫോളോ ചെയ്യാം നോക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഇങ്ങനെ ആഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു ഉപയോഗം എന്താ, പഠിക്കുന്ന സമയത്ത് ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് പോകാം. അതായത് ആ ബുക്കിൽ നമ്മൾ പിന്നെയും കാണുമ്പോൾ നമുക്കൊരു ഫെമിലിയാരിറ്റി തോന്നും അല്ലേ. അപ്പോൾ ഫെമിലിയാരിറ്റി തോന്നുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും, പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു പോയിന്റാണ്. റിവൈസ് ചെയ്യുമ്പോൾ സെയിം ബുക്കോ അല്ലെങ്കിൽ സെയിം ടെസ്റ്റ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. കാരണം നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എനിക്കുള്ളൊരു പ്രശ്നമാണ്, ഇന്ന് പഠിക്കാൻ എടുക്കുമ്പോൾ വിചാരിക്കും നാളെ പഠിക്കാം, അല്ല നാളെ എടുക്കാൻ ഈ ദിവസം ഉണ്ടല്ലോ, ഒരു മാസം കൊണ്ട് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വിചാരിച്ച് ലാസ്റ്റ് എക്സാമിൻ്റെ തലേദിവസം വരെ അയ്യോ ഒന്നും പഠിച്ചില്ല, എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല, നമ്മൾ സ്വയമേ തന്നെ കുറേ കാരണങ്ങൾ കണ്ടെത്തുവാണ് നമുക്ക് പഠിക്കാൻ പറ്റാത്തതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടെത്തി നമ്മൾ ബുദ്ധിമുട്ടാതെ ഇപ്പോഴേ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാൽ, നല്ലൊരു പ്ലാനിങ്ങിലൂടെ പഠിച്ചു പോയാൽ, ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഇപ്പോഴേ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേരുവാണെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ ചേരും. 10,000-15,000 രൂപ കൊടുത്ത് കോച്ചിങ് സെൻറ്ററിൽ ചേരണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിനെ പറ്റി മാത്രം പറഞ്ഞിട്ടുള്ള ഗൈഡൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളത് പഠിക്കുന്നെങ്കിൽ അങ്ങനെ നമ്മുടെ സൗകര്യം എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, അതനുസരിച്ച് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്പോഴും പഠിച്ചു തുടങ്ങിയാൽ DMBക്കായാലും നഴ്സിംഗ് ട്യൂട്ടറിനായാലും നല്ലൊരു റാങ്ക് നമുക്ക് കിട്ടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.